ഹായ് ഡിയേഴ്സ്, വീടിൻ്റെ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ചൈനീസ് ഡോള്. കണ്ട ഒറ്റ നോട്ടത്തിൽ ആരും ഇതൊരു പ്ലാസ്റ്റിക് ചെടിയാണെന്നേ പറയൂ. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ചേർന്നിട്ടുള്ള ഇലകളാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 3 മാസം മുൻപ് കൊടുന്നു വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ചൈനീസ് ഡോള്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റും അതുപോലെ പുഷിയായിട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റിനൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ധാരാളം വെള്ളം അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ പ്ലാന്റുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ എൻ്റെ സ്പൈഡർ പ്ലാന്റ് നോക്കുമ്പോഴാണ് ഈ ആളെ കണ്ടത്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ ആരൊക്കെയോ കടിച്ചു തിന്നുന്നുണ്ട്. അതിലൊരാളാണ് കേട്ടോ ഈ വില്ലൻ. മഴ പെയ്തതുകൊണ്ട് തന്നെ പറമ്പിലും മുറ്റത്തും ധാരാളം പുല്ലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇലകളൊന്നും ഇവർക്ക് ആവശ്യമില്ല. ഇവർ എൻ്റെ സ്പൈഡർ പ്ലാന്റും അതുപോലെ എൻ്റെ ചൈനീസ് ഡോളിൻ്റെ ഒക്കെ ഇലകളാണ് കഴിക്കാറ്. ആ ഒരു വിഷമം മാറ്റാനായിട്ട് ഞാൻ ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ അടുത്തേക്ക് ചെന്നു. വെള്ളം ധാരാളം കിട്ടുന്നതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പഴുത്ത ഇലകളൊക്കെ ഞാൻ പറിച്ചു മാറ്റി. ഇപ്പം മഴ ആവശ്യത്തിന് പെയ്യുന്നതുകൊണ്ട് പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തിയാണ്. പക്ഷേ വെള്ളം ഓവറായി കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് ഒക്കെ നശിക്കും കേട്ടോ. അപ്പം നമുക്കിത് മാറ്റി വെക്കണം. പിന്നെ ഇതാ പാഷൻ ഫ്രൂട്ട് ആണെങ്കിലും അതുപോലെ നമ്മുടെ കലാത്തി ആണെങ്കിലും നല്ല ഹെൽത്തിയാണ് കേട്ടോ. വെറും 3 തൈ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ ഇത് ധാരാളം തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കല്ലിൻ്റെ പ്രത്യേകത കണ്ടോ, എന്തോരം വലിയ കല്ലാലേ. അതും നല്ല ഭംഗിയുള്ള കല്ല്. ഓരോ കല്ലിനും ഓരോരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഓരോരോ ഷേപ്പും ഓരോരോ കളറും. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട പണി നമുക്ക് കുറഞ്ഞു കിട്ടിയാലും ചെടികളുടെ ഇടയിലുള്ള പുല്ല് പറിക്കുന്ന പണി നമുക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഡിവി ട്രീ ഇപ്പോഴും എണീറ്റിട്ടില്ല കേട്ടോ. രാവിലെ ആയിട്ടും ആൾ നല്ല ഉറക്കത്തിലാണ്. ഇത് നമ്മുടെ മോൺസ്റ്ററാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ലീഫ് കാണാൻ അല്ലേ.